ഇവിടെ ശ്രീ അലോഷ്യസ്, ഇപ്പോൾ KSUവിനെ സംബന്ധിച്ച് KSUവിൻ്റെതായ പരാതിയുണ്ട്. കാര്യവട്ടം ക്യാമ്പസിൽ വെച്ച് നിങ്ങളുടെ പ്രവർത്തകന് മർദ്ദനമേറ്റു എന്നുള്ളതാണ് പരാതി. അവിടെ കൊയിലാണ്ടിയിൽ പ്രിൻസിപ്പാളിനും കോളേജ് മാനേജ്മെന്റിനുമാണ് പ്രശ്നം. എന്താണ് നിങ്ങളുടെ പ്രശ്നം? കേൾക്കട്ടെ. ശ്രീ അഭിലാഷ്, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മുൻപ് സംസാരിച്ച അഫ്സലിന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയല്ല, മറിച്ച് ഒരു കൊട്ടേഷൻ സംഘടനയാണെന്ന് നിരന്തരം അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി കോളേജിലെ വിഷയമായിക്കൊള്ളട്ടെ, അതിനുശേഷം ഇന്നലെ ഈ പറയുന്ന കാര്യവട്ടം ക്യാമ്പസിലുണ്ടായ വിഷയമായിക്കോട്ടെ, ഇതെല്ലാം ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെ ന്യായീകരിക്കുന്ന സമീപനമാണ് SFIയുടെ നേതൃത്വത്തിൽ നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിരന്തരം ഇവർക്ക് ഈ വിഷയങ്ങൾ ആവർത്തിക്കപ്പെടാൻ, അവരുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് ഇത്തരം എന്ത് കൊള്ളരുതായ്മ ചെയ്താലും എൻ്റെ സംഘടന അതിനെ സംരക്ഷിക്കുമെന്ന വിദ്യാർത്ഥികളുടെ അഹങ്കാരമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ കഴിഞ്ഞ 4 മാസക്കാലം മുൻപ് കണ്ടു, അങ്ങ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ SFIയുടെ ഇടിമുറിയിലിട്ട് അതിക്രൂരമായിട്ടുള്ള റാഗിങ്ങിനിരയാക്കി 3 ദിവസം ഭക്ഷണവും വെള്ളവും പോലും നൽകാതെ അവസാനം കൊന്നു കെട്ടിത്തൂക്കിയ സംഘടനയുടെ പേര് SFI എന്നാണ്. എന്നിട്ടും അവരുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുമെന്ന് നമ്മളെല്ലാം കരുതി. എന്നാൽ ഇതിവർ തുടരെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ നിരന്തരം ഉന്നയിക്കുന്ന ആക്ഷേപം എന്ന് പറയുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിൽ, പ്രത്യേകിച്ച് സർക്കാർ കോളേജുകളിൽ, സർക്കാർ ഹോസ്റ്റലുകളിൽ SFIയുടെ ഇടിമുറികൾ അനൗദ്യോഗികമായി പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നുണ്ട്. ഇതര സംഘടനാ പ്രവർത്തനം നടത്തുന്ന വിദ്യാർത്ഥികളെ അവിടെ കൊണ്ടുപോയി അതിക്രൂരമായി ആക്രമിക്കുന്നുണ്ട്. ഇവിടെ KSUവിനോ മറ്റ് വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധികൾക്ക് മാത്രമല്ല ആക്രമണം ഇരയാകുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി കോളേജിലെ വിഷയം കണ്ടല്ലോ. എത്ര ക്രൂരമായ ഒരു അധ്യാപകൻ ഒരു പക്ഷേ SFIയുടെ നേതാവിനെ ആക്രമിച്ചു എന്ന് പറയുന്നു, അഫ്സൽ നിരന്തരം പറയുന്നു. എന്നാൽ അങ്ങനെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ദൗർഭാഗ്യകരമെന്ന് KSU പറയുകയാണ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ കയ്യേറ്റം ചെയ്യാനുള്ള ലൈസൻസ് SFIക്ക് ആരാണ് കൊടുത്തത്? ഈ അഫ്സലിന്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിൽ ഇവിടെ ഭരണം നടത്തുന്നത് ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണെന്ന് അഫ്സൽ തന്നെയും പിന്നെയും അടിവരയിടുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ നീതി നിർവഹണം നടത്തപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ SFI കയ്യൂക്കിന്റെ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നു എന്ന് അഫ്സലിന്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഞാനൊരു കാര്യം മാത്രം പറഞ്ഞു വയ്ക്കാൻ സാധിക്കുന്നു, ഇവിടെ കേരളത്തിലെ പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ ക്യാമ്പസുകളിൽ വലിയ അരാജകത്വമുണ്ട്. SFIയുടെ നേതൃത്വത്തിൽ വലിയ ഇടിമുറികളുണ്ട്, വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ട്. ഈ കാര്യവട്ടം ക്യാമ്പസിൽ സാൻജോസ് എന്ന് പറയുന്ന KSUവിന്റെ പ്രവർത്തകനെ ആക്രമിക്കാൻ ഇരയായ സാഹചര്യം എന്താണ്? അവിടെ SFIക്ക് അപ്രമാദിത്യമുള്ള ഒരു ക്യാമ്പസിൽ ഇവൻ സംഘടനാ പ്രവർത്തനം നടത്തുന്നു എന്നതിൻ്റെ പേരിൽ 10-40 ഗുണ്ടകൾ, അത് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? അവിടെ ഉന്നതമായിട്ടുള്ള പദവിയിലിരിക്കുന്ന ഒറ്റപ്പാലം മുൻ MP മകൻ അജിന്തിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ആ ക്യാമ്പസിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി അതിക്രൂരമായിട്ട് ആക്രമിക്കുന്നു, നിലത്തിട്ട് ചവിട്ടുന്നു. അതിനുശേഷം പോലീസിനെ കൂട്ടിയ ക്യാമ്പസിലേക്ക് കടന്നു ചെന്ന് ഞങ്ങൾ ഈ പറയുന്ന സാൻജോസിനെ റിലീസ് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതേപോലെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് പൂർത്തീകരിക്കുന്നു, ഇത്തരത്തിലുള്ള ചെയ്തികളെല്ലാം ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന സമീപനത്തിൽ നിന്ന് SFIയുടെ നേതൃത്വം ഒഴിവാക്കണം. അവരെ തള്ളിപ്പറയാൻ CPM പാർട്ടി നേതൃത്വം തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്നത് നിരന്തരം ഗുണ്ടകളും കൊട്ടേഷൻ സംഘ നേതാക്കന്മാരുമാണ് എന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നു.